ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുവചനവുമായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് മന്നയായി നൽകി തന്നിരിക്കുകയാണ്. അത് പഠിക്കുവാനുള്ളതായ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തലുകൾ, യോഹന്നാൻ ഉണ്ടായ ദർശനങ്ങൾ, കർത്താവിനെ തുറന്നു കാട്ടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യൻ മനുഷ്യരൂപത്തിലിരുന്ന ദൈവത്തെ കൂടെ നടന്ന് രുചിച്ചറിയുവാൻ, തൊഴുവാൻ, കൂടെ നടക്കുവാൻ, രുചിച്ചറിയുവാനൊക്കെ ഭാഗ്യം കിട്ടിയ ഈ ദൈവത്തിൻ്റെ ദാസൻ പത്മോസിൻ്റെ ആ തണുപ്പേറ്റ് ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് വയസ്സനായ ഈ മനുഷ്യന് കർത്താവ് ആരാണെന്ന് വീണ്ടും വെളിപ്പെടുത്തി കൊടുക്കുവാനൊക്കെ വേണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമായി ആ ദൈവത്തിൻ്റെ ദാസൻ തീർന്നപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ കർത്താവിനെ വെളിപ്പെട്ട വിധം ആരാണെന്ന് വെളിപ്പെടുത്തി തരികയാണ് ഇന്നത്തെ വചനത്തിലൂടെ. നമുക്ക് വായിക്കാം 1-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവാകുന്നു. യേശുക്രിസ്തുവിനെ യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെളിപ്പെടുത്തിയതായ ഒരു തിരുവചനമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവേഷമെടുത്ത് മാനവരാശിയെ രക്ഷിക്കുവാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ക്രൂശോളം വെളിപ്പെടുത്തി തന്നപ്പോൾ യോഹന്നാൻ ഇത്രത്തോളം അറിയില്ലായിരുന്നു. ഇവിടെ പത്മോസ് ദ്വീപിലിരിക്കുന്ന യോഹന്നാന് കർത്താവിൻ്റെ ദർശനത്തിൽ ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. വടക്കേ അമേരിക്കയിലെ ഒരു നദി, ഈ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദിയാണ് ആമസോൺ എന്ന് പറയുന്നത്. ആമസോൺ നദിയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും ആഴമേറിയ നദി. എന്നാൽ ഇന്ന് നമ്മൾ ആമസോൺ എന്ന് കേൾക്കുമ്പം ആ നദിയെ അല്ല ഓർക്കുന്നത്. അതിൻ്റെ കാരണം ഏറ്റവും വലിയ വ്യാവസായിക ശൃംഖലയായ ആമസോണിനെ കുറിച്ചാണ് നമുക്കറിയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അതിൻ്റെ CEO ആ മനുഷ്യൻ്റെ ഒരാഗ്രഹം എന്ന് പറയുന്നത് ആഗ്രഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് സ്റ്റോർ ഉണ്ടാക്കണമെന്നായിരുന്നു. ഓൺലൈൻ ബുക്ക് സ്റ്റോർ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ഇന്ന് ഏറ്റവും വലിയ ഒരു ലോഗോ വഹിക്കുന്നതായ പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്തുകയും കച്ചവടം നടത്തുകയും അവനവൻ ഇരിക്കുന്നിടത്ത് എത്തിച്ചു തരികയും ചെയ്യുന്ന വലിയൊരു വ്യാവസായിക ശൃംഖലയായി തീർന്നു ഈ ആമസോൺ എന്ന് പറയുന്നത്. അവിടെ ആമസോണിൽ നമുക്ക് A to Z സാധനങ്ങൾ കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. A to Z എന്ന് പറയുമ്പോഴെന്താണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എയും അവസാനത്തെ അക്ഷരമാലയായ Z എന്ന് പറയുമ്പോൾ അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്നർത്ഥം. എന്നാൽ കർത്താവിനെ കുറിച്ച് യോഹന്നാന് വെളിപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവ് പറയുന്നത് അവിടുത്തെ ഞാൻ എന്നാണ് പറയുന്നത്. കർത്താവ് പറയാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ആൽഫ ഒമേഗ എന്ന് പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവുമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ അക്ഷരം ഗ്രീക്ക് അക്ഷരമാലയാണ് അവർക്ക് കൂടുതൽ പരിചയം. അതുകൊണ്ട് ആ അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ആണെന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഞാൻ ആരാണ്? ഞാൻ ഇരിക്കുന്നവനാകുന്നു, ഇരുന്നവനാകുന്നു, വരുന്നവനാകുന്നു. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ എന്ന് പറഞ്ഞാൽ സർവശക്തിയുള്ള ദൈവം, അവിടത്തേക്ക് അറിയാത്തായിട്ട് ഒന്നുമില്ല. അവിടുന്ന് സർവത്തിനും മതിയായവൻ എന്നാണ് അർത്ഥം. സർവത്തിനും മതിയായവനായ സർവശക്തിയുള്ളതായ നമ്മുടെ കർത്താവിനെ അവിടെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും കർത്താവ് സർവശക്തനാണ് എന്ന് മനസ്സിലാക്കാം. പഴയ നിയമത്തിൽ സർവശക്തനായ ദൈവത്തെ അബ്രഹാമിന് പരിചയപ്പെടുത്തുമ്പം ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ആ വാക്കാണ് എൽ ഷദായി എന്ന വാക്ക്. അപ്പോൾ ആ പഴയ നിയമത്തിലെ എൽ ഷദായി എന്ന ദൈവം പുതിയ നിയമത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ അതേ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, സർവശക്തിയുള്ള ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ ദൈവം
നമ്മൾ മനസ്സിലാവും. പുരാതനമേ അവിടുന്ന് സർവശക്തനാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. പുരാതനമേ അവിടുന്ന് സർവശക്തനാകുന്നു എന്ന് അബ്രഹാമിന് വെളിപ്പെട്ടിട്ടുണ്ട്, ദൈവദാസന്മാർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇത് അവസാനത്തെ പുസ്തകമായ വെളിപ്പാടില് യോഹന്നാനോട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്, ഞാൻ ഇരുന്നവനാണ്, ഞാൻ ഇരിക്കുന്നവനാണ്, ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ, സർവശക്തിയുള്ള ദൈവം. അതായത് ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും സർവശക്തനായി അറിയുന്ന ഏക ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ നമ്മളോട് ഇന്ന് പ്രഭാതത്തിൽ പറയുകയാണ്, കർത്താവാണ് സകലത്തെയും സൃഷ്ടിച്ചവൻ, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, ആ അഖിലാണ്ടം വീണുപോയപ്പോൾ വീണ്ടെടുത്തവൻ, ഈ അഖിലാണ്ടത്തിന്റെ ന്യായാധിപൻ, ഈ അഖിലാണ്ടത്തെ ഒരുമിച്ച് ചേർക്കുവാൻ, താൻ ഇരിക്കുന്ന ഇടത്ത് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നതായ ദൈവം. ആ ദൈവം നമ്മൾ ഭാവി കാലത്ത് നമ്മൾ പ്രത്യാശിക്കുന്ന ആ പ്രത്യാശയുടെ തുറമുഖത്ത്, വലിയ ആമസോൺ പോലെ ആഴമുള്ളതായ ആ പളുങ്ക് കടലിൻ്റെ തീരത്ത് നമ്മളെ കൂട്ടുന്നതായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ആ പ്രത്യാശയിൽ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവമാണെന്നുള്ള പ്രത്യാശ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ഭാഗ്യകരമായ പ്രത്യാശയിൽ നാം ഊളിയിട്ട് സഞ്ചരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യാശയില്ലാത്ത ജനങ്ങളായി ഉഴലുന്നവരുടെ ഇടയിൽ പ്രത്യാശയുള്ളവരും പ്രത്യാശ പകരുന്നവരുമായി തീരുവാൻ ഈ പ്രഭാതം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് വരുന്നവനാണ്, നമ്മളെ ചേർക്കുവാൻ തക്കവണ്ണം അവിടുന്ന് രാജാതി രാജാവായി കർത്താവായി കടന്നു വരുവാണ്. ആ വരവിൽ നമ്മളും ആ പളുങ്കടലിൻ്റെ തീരത്ത് കൂട്ടുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്കുമായി തീരുവാൻ ഈ പ്രത്യാശ വചനം നമ്മളെ സഹായിക്കട്ടെ. ഈ കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ നമുക്ക് കൂടുതലായിട്ട് ആഴമായി മനസ്സിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യമുള്ള ദൈവമേ, അവിടുത്തെ സ്നേഹം, നിർവ്യാജമായ സ്നേഹം അടിയങ്ങൾക്കായി പങ്കിട്ട് തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ വെളിപ്പെടുത്തലുകൾ ഞങ്ങളെ കൂടുതൽ ഉത്സുകരാകുവാൻ തക്കവണ്ണം, കൂടുതൽ ധൈര്യശാലികളായി തീരുവാൻ തക്കവണ്ണം, കൂടുതൽ പ്രത്യാശയിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് തരുന്ന ഈ ഉറപ്പേറിയ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ഈ കാലങ്ങളിൽ പ്രത്യാശയില്ലാതെ ഉഴലുന്നവരുടെ ഇടയിൽ പ്രത്യാശ ഗോപുരമായി വെളിച്ചമായി നിൽക്കുവാൻ അടിയങ്ങളെ ഒരുക്കി സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൂടുതൽ കർത്താവിനെ വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പഠിക്കുന്തോറും അടിയങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കുവാൻ, അടിയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഒരുക്കണമേ. രോഗങ്ങളോ പ്രയാസങ്ങളോ കഷ്ടതകളോ ദാരിദ്ര്യങ്ങളോ എല്ലാ തടസ്സങ്ങളുടെ മുമ്പിൽ യേശുവിനെ കൂടുതൽ മുറുകെ പറ്റുന്ന ഒരു തലമുറയായി നിൽക്കുവാൻ അടിയങ്ങളെ ഒരുക്കി സഹായിക്കണമെന്ന് അടിയങ്ങൾക്കായി വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെ ശക്തമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.